السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമുമായി ബന്ധപ്പെട്ട ഈ ഖിദ്മത്ത് അല്ലാഹു സ്വീകരിക്കുകയും ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ വന്യരായ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ഈ പരിശുദ്ധമായ കിതാബിൻ്റെ മുസന്നിഫ്, ഇതിനുവേണ്ടി ശറഹ് എഴുതിയ ശാരിഹുകൾ, ഇന്നോളം ഈ കിതാബ് ദറസ് നടത്തിയും അതുകൊണ്ട് അമൽ ചെയ്തും ഈ കിതാബ് കൊണ്ട് ജോലിയായ മുഴുവൻ മഹാത്മാക്കളുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും എളുപ്പമാക്കി തരുമാറാകട്ടെ. നമുക്കും അവർക്കും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കിതാബ് രചിച്ച മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാ, ഇതിനെ ശറഹ് എഴുതിയ ശാരിഹുകൾ, മുഹശ്ശികൾ, ഇന്നോളം ഇതിനുവേണ്ടി ഇതുകൊണ്ട് ദറസ് നടത്തുകയും ഇതിൽ ഖിദ്മത്ത് ചെയ്യുകയും ചെയ്ത മഹാന്മാരായ ആരിഫീങ്ങളും സൂഫിയാക്കളും ആലിമീങ്ങളുമായ മഹാന്മാർ, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയും ഉഖ്റവിയായ ഉലമാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നമ്മുടെ എല്ലാ അമലുകളെയും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഫത്ഹുൽ മുഈൻ ദറസിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ബാബുൻ നിക്കാഹ്, നിക്കാഹിൻ്റെ ബാബിൽ ആദ്യമായി നിക്കാഹ് എന്ന ലഫ്ളിൻ്റെ ഭാഷാപരവും സാങ്കേതികവുമായ അർത്ഥമാണ് കഴിഞ്ഞ ദിവസം നാം വിശദീകരിച്ചത്. ഇനി മത്തിന് ഇവിടെ ആരംഭിക്കുകയാണ്. ബാബുൻ നിക്കാഹ് എന്ന ബാബിൽ സുന്ന ലി തായിഖിൻ ഖാദിരിൻ എന്നാണ് ആ ബാബിൽ ആദ്യമായി പറഞ്ഞ മത്തിന്. ഇതിൽ പറയുന്നത് ഹുക്കും, നിക്കാഹിൻ്റെ ഹുക്കുമാണ്, നിക്കാഹിൻ്റെ വിധി എന്താണ് എന്നാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ലാ ഇവിടെ വിശദീകരിക്കുന്നത്. സുന്ന, നിക്കാഹ് സുന്നത്താക്കപ്പെട്ടു. ലി തായിഖിൻ, ആഗ്രഹിക്കുന്നവന്, നിക്കാഹിലേക്ക് ആഗ്രഹമുള്ളവന്. എങ്ങനെയുള്ള തായിഖ്? ഖാദിരിൻ, കഴിവുള്ളവനായ നിക്കാഹിന് ആഗ്രഹമുള്ളതായ വ്യക്തിക്ക് നിക്കാഹ് സുന്നത്താക്കപ്പെട്ടു എന്നാണ് മത്തിനിൻ്റെ ഇബാറത്ത്. സുന്ന ഐ അൻ നിക്കാഹു, സുന്ന എന്നിടത്ത് ശറഹ് എഴുതിയത് ഐ അൻ നിക്കാഹു, നിക്കാഹ് സുന്നത്താക്കപ്പെട്ടു എന്നാണ്. നിക്കാഹ് എന്ന് പറയുമ്പോൾ ഈജാബും കബൂലും കൂടി ചേർന്നതാണ് നിക്കാഹ്. അതിലെ കബൂലാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന നിക്കാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിക്കാഹ് സുന്നത്താക്കപ്പെട്ടു, നിക്കാഹ് കബൂൽ ചെയ്യൽ സുന്നത്താക്കപ്പെട്ടു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ബാബുൻ നിക്കാഹി എന്ന് ഹെഡിങ് പറഞ്ഞു. എന്നിട്ട് സുന്ന എന്ന് പറഞ്ഞപ്പോൾ സുന്ന എന്നതിൽ നിന്നും നിക്കാഹിലേക്ക് ലമീർ മടങ്ങി. ആ ലമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കബൂൽ എന്ന മാനയാണ്. നിക്കാഹ് എന്ന് ബാബുൻ നിക്കാഹി എന്ന ഹെഡിങ്ങിൽ പറഞ്ഞ സ്ഥലത്ത് അവിടെ നിക്കാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മൊത്തത്തിലാണ്, ഇജാബും കബൂലും ഉൾക്കൊള്ളുന്ന നിക്കാഹിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇവിടെ ഇസ്തിഖ്ദാം എന്ന് പറയും. ലമീറിന് ഒരർത്ഥവും ലമീറിൻ്റെ മർജിഉൻ ഇലൈഹിക്ക് ഒരർത്ഥവും, അതിന് ഇസ്തിഖ്ദാം എന്നാണ് പറയുക. ഇൽമുൽ മആനിയിൽ, ഇൽമുൽ ബദീഇൽ പഠിക്കുന്നൊരു വിഷയമാണ്. ഒരു ലമീർ ഒരർത്ഥം പറയുന്നു, ലമീറിൻ്റെ മർജിഉൻ ഇലൈഹിക്ക് വേറൊരർത്ഥം പറയുന്നു. അതിന് ഇസ്തിഖ്ദാം. ഇസ്തിഖ്ദാം 2 രൂപത്തിലുണ്ട്. ഒന്നുകിൽ ഒരു ഇസ്മിലേക്ക് 2 ലമീർ മുടങ്ങുന്നു, ആ 2 ലമീറിൽ ഒരു ലമീർ കൊണ്ട് ഒരർത്ഥവും മറ്റേ ലമീർ കൊണ്ട് വേറെ അർത്ഥവും ഉദ്ദേശിച്ചാൽ അതിനും ഇസ്തിഖ്ദാം എന്ന് പറയും. ലമീർ കൊണ്ടൊരർത്ഥവും ലമീറിൻ്റെ മർജിഉൻ ഇലൈഹി കൊണ്ട് വേറെ അർത്ഥവും ഉദ്ദേശിച്ചാൽ അതിനും ഇസ്തിഖ്ദാം എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ആ തരത്തിലുള്ള ഇസ്തിഖ്ദാമാണുള്ളത്. സുന്ന ഐ അൻ നിക്കാഹു,
നിക്കാഹ് സുന്നത്താക്കപ്പെട്ടു. ആദ്യം തർജ്ജമയിൽ നിക്കാഹ് എന്ന് പറഞ്ഞത് ഈജാബിനാലും ഖബൂലിനാലും മുറക്കബായ അഖ്ദ് എന്ന് മാനിക്കുകയാണ്. എന്നാൽ സുന്ന എന്നതിൽ നിന്നും ആ നിക്കാഹ് എന്നതിലേക്ക് ലമീർ മടങ്ങിയപ്പോൾ ആ ലമീർ കൊണ്ട് ഉദ്ദേശിച്ചത് ഖബൂൽ എന്ന മാനയാണ്. അതുകൊണ്ടാണ് അവിടെ ഇസ്തിഖ്ദാമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിക്കാഹ് സുന്നത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വരൻ നിക്കാഹിനെ സ്വീകരിക്കുന്ന ആ പരിപാടിയാണ് ഇവിടെ സുന്നത്താക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. എന്നാൽ അപ്പോൾ ഈജാബിൻ്റെ ഹുക്കം എന്താണ്? നിക്കാഹിൻ്റെ മറ്റേ തുറഫാണ് ഈജാബ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ നിക്കാഹ് ചെയ്യൽ സുന്നത്താക്കപ്പെട്ടു. ആർക്ക്? ലി തായഖിൻ, ആഗ്രഹിക്കുന്നവന്, നിക്കാഹ് ചെയ്യാൻ ആഗ്രഹമുള്ളവന് നിക്കാഹ് ചെയ്യൽ സുന്നത്താക്കപ്പെട്ടു. തായഖ് എന്ന ലഫ്ദ് താഖ യതൂഖു തൗഖാനൻ ഫഹുവ തായഖുൻ. താഖ യതൂഖു എന്ന ഫിഅലിൻ്റെ ഇസ്മുൽ ഫാഇലാണ് തായഖ്. താഖ ആഗ്രഹിച്ചു, ആശിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പം നിക്കാഹ് ചെയ്യാൻ ആഗ്രഹമുള്ളവൻ, ആശയുള്ളവൻ, ഐ മുഹ്താജിൻ ലിൽ വത്ഇ, വത്ഇലേക്ക് ആവശ്യമുള്ളവൻ, സംയോഗം ചെയ്യുന്നതിലേക്ക് ആവശ്യമുള്ളവൻ, അവനാണ് നിക്കാഹ് സുന്നത്തുള്ളത്. ഒരാൾ നിക്കാഹ് സംയോഗം ചെയ്യാൻ അവൻ ആഗ്രഹമില്ല എങ്കിൽ പിന്നെ നിക്കാഹ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ വത്ഇലേക്ക് ആവശ്യമുള്ളവൻ, അതിലേക്ക് ആഗ്രഹമുള്ളവനാണ്. വൈൻ ഇസ്തഗല ബിൽ ഇബാദത്തി, അവൻ ഇബാദത്ത് കൊണ്ട് ജോലിയായവനാണെങ്കിലും ശരി, ഇബാദത്തുമായി ജോലിയായി ജീവിക്കുന്നവനാണെങ്കിൽ പോലും അവൻ നിക്കാഹിലേക്ക് ആഗ്രഹമുള്ളവനും, ശേഷം പറയാൻ പോകുന്ന ഒരു ഷർത്ത് കഴിവുണ്ടാവുക, ആ രണ്ട് ഷർത്ത് ഒരുമിച്ച് കൂടിയാൽ അവന് നിക്കാഹ് ചെയ്യൽ സുന്നത്താകും. വൈനിഷ്തഗല ബിൽ ഇബാദത്തി എന്ന് പറഞ്ഞത് നിക്കാഹ് സുന്നത്താകുന്നതിലുള്ള ആയത്തായി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അത് ഈ തായഖിൻ ഖാദിരിൻ എന്ന കൈതും കൂടി പറഞ്ഞതിന് ശേഷം വൈനിഷ്തഗല ബിൽ ഇബാദത്തി എന്ന് പറയലായിരുന്നു യോജിച്ചത്. അവൻ ഇബാദത്ത് കൊണ്ട് ജോലിയായവനാണെങ്കിൽ പോലും നിക്കാഹിലേക്ക് ആഗ്രഹമുള്ളവനും നിക്കാഹിൻ്റെ ചെലവുകൾക്ക് കഴിവുള്ളവനുമായ വ്യക്തിക്ക് നിക്കാഹ് ചെയ്യൽ സുന്നത്താകുന്നു എന്ന് ആ വൈനിസ്തഗല ബിൽ ഇബാദത്തി എന്ന ഇബാറത്ത് ഈ ഖാദിരിൻ എന്നതിന് ശേഷം ആകലായിരുന്നു കുറച്ചുകൂടി യോജിച്ചത്. ഏതായാലും കുഴപ്പമില്ല. അപ്പം ആഗ്രഹമുള്ളവനും കഴിവുള്ളവനുമാണെങ്കിൽ, അവൻ ഇബാദത്ത് കൊണ്ട് ജോലിയായവനാണെങ്കിലും അല്ലെങ്കിലും അവന് നിക്കാഹ് ചെയ്യൽ അഫ്ളലാകുന്നു എന്നാണ്, അല്ല സുന്നത്താകുന്നു എന്നാണ് പറഞ്ഞത്. ഖാദിരിൻ രണ്ടാമത് സ്ഥലത്ത് കഴിവുള്ളവനായ തായഖിന്, കഴിവുള്ളവൻ, എന്തിന് കഴിവുള്ളവൻ? അലാ മുഇനത്തിൻ, ചിലവിൻ്റെ മേൽ കഴിവുള്ളവൻ, നിക്കാഹിൻ്റെ ചിലവിന് കഴിവുള്ളവൻ. ആ ചിലവെന്താണ്? മിൻ മഹിരിൻ, മഹിറിനാലും, വ കിസ്വത്തി ഫസിലി തംകീനിൻ, തംകീനിൻ്റെ ഫസിലിലെ വസ്ത്രത്തിനാലും, വ നഫഖത്തി യൗമിഹി, ആ തംകീനിൻ്റെ ദിവസത്തെ ചെലവിനാലും ഉള്ള നിക്കാഹിൻ്റെ മുഅ്നത്തിൻ്റെ മേൽ കഴിവുള്ളവനായ, നിക്കാഹിലേക്ക് ആഗ്രഹമുള്ളവനായ വ്യക്തിക്ക് നിക്കാഹ് ചെയ്യൽ സുന്നത്താകുന്നു. അപ്പോൾ നിക്കാഹ് സുന്നത്താകുന്നതിന് രണ്ട് നിബന്ധനയാണ് പറഞ്ഞത്. ഒരു പുരുഷൻ അവന് നിക്കാഹ് ചെയ്യൽ സുന്നത്താകാൻ രണ്ട് നിബന്ധനയാണുള്ളത്. ഒന്ന്, അവൻ വത്ഇലേക്ക് ആവശ്യമുള്ളവനാവുക, സംയോഗം ചെയ്യുന്നതിലേക്ക് ആഗ്രഹമുള്ളവനാവുക. രണ്ടാമത്തേത്, നിക്കാഹിൻ്റെ ചെലവുകൾക്ക് കഴിവുള്ളവനാവുക. നിക്കാഹിൻ്റെ ചെലവ് എന്ന് പറഞ്ഞാൽ കല്യാണ ദിവസം കല്യാണം നടത്തുന്ന ചിലവല്ല. പിന്നെന്താണ്? നിക്കാഹ് നടത്തണമെങ്കിൽ മഹർ കൊടുക്കണം. അപ്പോൾ ഒന്ന് മഹർ കൊടുക്കാനുള്ള കഴിവ്. അതുപോലെ കിസ്വത്തി ഫസിലി തംകീനിൻ, തംകീൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന് സംയോഗം ചെയ്യാൻ തൻ്റെ ശരീരം സൗകര്യപ്പെടുത്തി കൊടുക്കൽ. അപ്പോൾ ആ സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന ആ ഘട്ടത്തിലുള്ള വസ്ത്രം, ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രം കൊടുക്കേണ്ടത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമാണ്. 2 ഘട്ടത്തിലായിട്ടാണ് ഒരു വർഷത്തിൽ വസ്ത്രം കൊടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴാണോ തംകീനുണ്ടായത്, ഭർത്താവിന് തന്നെ സംയോഗം ചെയ്യാൻ താൻ സൗകര്യപ്പെടുത്തി കൊടുത്തത്, താൻ അനുവദിച്ചു കൊടുത്തത്, തൻ്റെ ശരീരം ഭർത്താവിന് താൻ അനുവദിച്ചു കൊടുത്ത ആ സമയം, ആ സീസണിലുള്ള
വസ്ത്രം. ഇപ്പോൾ ശൈത്യകാലത്തും വേനൽക്കാലത്തും 2 സീസണിലാണ് വസ്ത്രം കൊടുക്കുന്നതെങ്കിൽ ശൈത്യകാലത്തിലാണ് തംകീൻ നടന്നതെങ്കിൽ ആ സമയത്തുള്ള വസ്ത്രം, അതുപോലെ വേനൽക്കാലാകുമ്പോൾ ആ കാലത്തുള്ള വസ്ത്രം. അതാണ് ആ തംകീൻ നടന്ന ഫസ്ലിലുള്ള വസ്ത്രവും നഫഖത്തി യൗമിഹി, ആ തംകീൻ നടന്ന ദിവസത്തിലുള്ള ചെലവിനും അന്നത്തെ ചെലവിനും കഴിവുള്ളവന് നിക്കാഹ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ നിക്കാഹിൻ്റെ ഹുക്കുമോ, നിക്കാഹ് സുന്നത്താകുന്ന ആർക്കാണ്? വിവാഹം ചെയ്ത് സംയോഗം ചെയ്യാൻ ആഗ്രഹമുള്ളവനാണ്. അതിനോടൊപ്പം അവൻ ഭാര്യയുമായി ബന്ധപ്പെടുന്ന ആ സമയത്തും ആ ദിവസവും ആ സമയത്ത് ആ സീസണിൽ ആവശ്യമായ വസ്ത്രം കൊടുക്കാനും അന്നത്തേക്ക് ആ ദിവസത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാനും കഴിവുള്ളവൻ ആണെങ്കിൽ അവന് സുന്നത്താകുന്നു എന്നാണ് പറഞ്ഞത്. നഫഖത്തി യൗമിഹി എന്ന് പറയുമ്പോൾ യൗം എന്ന് പറഞ്ഞാൽ പകൽ എന്നാണ് അർത്ഥം. നമ്മുടെ കിതാബുകളിലൊക്കെ ചിലപ്പോൾ യൗമം വ ലൈലത്തൻ, യൗമിഹി വ ലൈലത്തിഹി എന്ന് പറയും, രായും പകലും. യൗമു എന്നാൽ പകൽ എന്നാണ് അർത്ഥം. അപ്പോൾ രാത്രിയും കൂടെ ചേർത്ത് യൗമിഹി വ ലൈലത്തിഹി അല്ലെങ്കിൽ യൗമം വ ലൈലത്തൻ എന്ന് ചിലപ്പോൾ പറയും. ചില സ്ഥലത്ത് ലൈലത്തൻ പറയാതെ യൗമൻ എന്ന് മാത്രം പറയും. അവിടെയും ദിവസം എന്നായിരിക്കും ഉദ്ദേശം, പകൽ എന്ന് മാത്രമല്ല. അപ്പോൾ സങ്കല്പിക്കും യൗമൻ എന്ന് പറഞ്ഞാൽ ഐവ ലൈലത്തൻ എന്ന സങ്കല്പത്തിലാണ്. അപ്പോൾ അതുപോലെ ഇവിടെ നഫഖത്ത് യൗമിഹി എന്ന് പറഞ്ഞാൽ ഐവ ലൈലത്തിഹി, തംകീനിൻ്റെ രാത്രിയുടെയും ആ തംകീനിൻ്റെ പകലിൻ്റെയും ആ തംകീൻ നടന്ന രാത്രിയും പകലും ആവശ്യമായ ഭക്ഷണം, അന്നത്തെ ഭക്ഷണവും ആ സീസണിലെ വസ്ത്രവും കൊടുക്കാൻ കഴിവുള്ളവർക്ക് നിക്കാഹ് ചെയ്യൽ സുന്നത്താകുന്നു. സുന്നത്താണെന്നതിന് തെളിവെന്താണ്? ലിൽ അഖ്ബാരി സാബിത്തത്തി ഫി സുനനി, സുനനിൽ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾക്ക് വേണ്ടി. സുനൻ എന്ന് പറയുന്നത് നമ്മുടെ ഹദീസിൻ്റെ കിതാബുകൾ, സിഹാഹു സിത്ത എല്ലാവർക്കും പ്രസിദ്ധമാണ്. സിഹാഹു സിത്തയിൽ 4 സുനനുകളാണുള്ളത്. സുനൻ എന്ന് പറയുന്നത് ഫിഖ്ഹിൻ്റെ ബാബിൻ്റെ തർത്തീബ് അനുസരിച്ച് ഹദീസുകൾ ജമ്മു ചെയ്തിട്ടുള്ള ഹദീസിൻ്റെ കിതാബാണ് സുനൻ എന്ന് പറയുന്നത്. സുനനു നസായി, സുനനു ഇബ്നു മാജ, സുനനു അബീ ദാവൂദ്, സുനനു തുർമുദി, ഈ 4 സുനനുകളാണ്. അപ്പോൾ ആ സുനനുകളിൽ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾക്ക് വേണ്ടി വഖദ് ഔറത്തു, തീർച്ചയായും ഞാൻ കൊണ്ടുവന്നു, ജുംലത്തം മിൻഹ, ആ ഹദീസുകളിൽ നിന്ന് ഒരു കൂട്ടം ഹദീസിനെ ഞാൻ കൊണ്ടുവന്നു, ഫീ കിതാബി, എൻ്റെ കിതാബിൽ, അതായത് അഹ്കാമിൻ നിക്കാഹ്, ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ് എന്ന എൻ്റെ കിതാബിൽ ആ ഹദീസുകളിൽ നിന്നൊരു കൂട്ടം ഹദീസുകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മുസന്നിഫ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മുസന്നിഫും മാത്തിനും ഷാരിഹും ഒരാളാണ്. മത്തിന് എഴുതിയ മാത്തിനും സറഹ് എഴുതിയ ഷാരിഹും ഒരാളാണ്. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പറഞ്ഞ സുനനിൽ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾ, ആ ഹദീസുകളിൽ ഒരു കൂട്ടം ഹദീസുകളെ ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ് എന്ന എൻ്റെ കിതാബിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസുകൾക്ക് വേണ്ടിയാണ് സുന്നത്താകുന്നു എന്ന് പറഞ്ഞത്. ഒരു തെളിവ് അതാണ്. തായിഖായ ഖാദിറായ വ്യക്തിക്ക് നിക്കാഹ് സുന്നത്താകുന്നു എന്നതിൻ്റെ തെളിവ് ആ സുനനുകളിൽ സ്ഥിരപ്പെട്ടതായ ഹദീസുകളാകുന്നു. രണ്ടാമത്തെ ഇല്ലത്ത് വലിമാ ഫീഹി മിൻ ഹിഫ്ളിദ്ദീനി വ ബഖാഇൻ നസ്ലി, വലിമ ഒന്നിൻ്റെ കാരണത്തിന് വേണ്ടിയും. എങ്ങനെയുള്ള ഒന്ന്? ഫീഹി, ആ നിക്കാഹിൽ സ്ഥിരമായതായ ഒന്നിൻ്റെ കാരണത്തിന് വേണ്ടിയും. ആ ഒന്നെന്തിനാൽ? മിൻ ഹിഫ്ളിദ്ദീനി, ദീനിനെ സംരക്ഷിക്കലാലും, വ ബഖാഇൻ നസ്ലി, പരമ്പര ശേഷിക്കലാലും ആ നിക്കാഹിൽ സ്ഥിരമായ ഒന്നിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ആ നിക്കാഹ് ചെയ്യുന്നതിലൊരു ഫായിദയുണ്ട്. നിക്കാഹ് ചെയ്യുന്നതിനാലുള്ളൊരു ഫായിദ എന്താണ്? ദീനിനെ സംരക്ഷിക്കാൻ കഴിയുന്നു, അതുപോലെ എൻ്റെ പരമ്പര ബാക്കിയാകുന്നു. ഈ 2 നേട്ടമുള്ള കാരണത്താലും നിക്കാഹ് സുന്നത്താകുന്നു. അപ്പോൾ തായിഖായ ഖാദിറായ വ്യക്തിക്ക് നിക്കാഹ് സുന്നത്താണെന്ന് പറയാൻ 2 ഇല്ലത്തുകളാണ് ബഹുമാനപ്പെട്ട ശാരിഹ് റഹ്മഹുല്ലാ ഇവിടെ പറഞ്ഞത്. ഒന്ന്, സുനനിൽ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾ. രണ്ടാമത്തേത്, ആ നിക്കാഹിലുള്ള ഫായിദ, ഹിഫ്ളുദ്ദീനും ബഖാഉൻ നസ്ലും, ഈ 2 ഫായിദയുള്ള കാരണത്താലും
നിക്കാഹ് ചെയ്യൽ സുന്നത്താകുന്നു. സുനനിൽ സ്ഥിരപ്പെട്ടതായ ഹദീസുകൾ എന്ന് പറഞ്ഞത് ധാരാളം ഹദീസുകളുണ്ട്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലയതസവ്വജ് ഫഇന്നഹു അഗ്ളു ലിൽബസരി വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ എന്ന പ്രസിദ്ധമായ ഹദീസ് എല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. അതുപോലെ മറ്റു പല ഹദീസുകളും ഈ നിക്കാഹിനെ ആഗ്രഹിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. മൻ കാന മിൻകും ദാ തൗലിൻ ഫലയതസവ്വജ് എന്ന ഹദീസ്. അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ കാരണത്താൽ ഇത് സുന്നത്താകുന്നു. അമ്മ തായഖുൽ ആജിസു അനിൽ മുഅനി ഫലൗലാ ലഹു തർക്കുഹു. ഇവിടെ പറയുന്നത് തായഖുമാണ്, ഖാദിറുമാണ്. നിക്കാഹിൻ്റെ ചെലവുകളായ മഹർ, കിസ്വത്ത്, നഫഖ എന്നിവകൾക്ക് കഴിവുള്ള, വിവാഹം ചെയ്യാൻ ആഗ്രഹമുള്ളവനാണ് നിക്കാഹ് സുന്നത്താണെന്ന് പറഞ്ഞത്. എന്നാൽ ഒരാൾ നിക്കാഹ് ചെയ്യാൻ ആഗ്രഹമുള്ളവനാണ്, പക്ഷേ മുഅനത്തുകൾക്ക് അവന് കഴിവില്ല, അവൻ അശക്തനാണ്. എന്നാൽ അവൻ്റെ വിധി എന്താണ്? അതാണ് വമ്മ തായഖുൽ ആജിസു അനിൽ മുഅനി. മുഅനത്തുകളെ തൊട്ട് അശക്തനായ തായഖ്, മുഅനത്തുകൾക്ക് കഴിവില്ലാത്ത ആഗ്രഹമുള്ളവനാകുന്നത് ഫൽ ഔലാലഹു, അവൻ ഏറ്റവും നല്ലത് തർക്കുഹു, ആ നിക്കാഹിനെ ഉപേക്ഷിക്കലാണ്. നിക്കാഹ് ചെയ്യണമെന്ന ആഗ്രഹം അവനുണ്ട്, വത്അ് ചെയ്യാൻ അവൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവന് ചെലവുകൾക്ക് കഴിവില്ല. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യോജിച്ചത് നിക്കാഹ് ഒഴിവാക്കലാണ്. കാരണം നിക്കാഹ് ചെയ്താൽ ആ ദാമ്പത്യ ജീവിതത്തിലെ കടമകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അവൻ കഴിവില്ലാത്തവനാണ്. അതുകൊണ്ട് അവന് നല്ലത് നിക്കാഹ് ഒഴിവാക്കലാണ്. എന്നിട്ടെന്ത് ചെയ്യണം? വകെസ്റു ഹാജത്തിഹി ബിസ്സൗമി, വകെസ്റു ഹാജത്തിഹി, അവൻ്റെ ആവശ്യം നശിപ്പിക്കലുമാണ്. ആവശ്യത്തെ പൊട്ടിച്ച് കളയുക, ആവശ്യത്തെ ഇല്ലാതാക്കുക, നിക്കാഹിലേക്കുള്ള ആഗ്രഹം ഇല്ലാതാക്കുക. എന്തുകൊണ്ട്? ബിസ്സൗമി, നോമ്പ് കൊണ്ട്. സ്ഥിരമായി നോമ്പ് പിടിച്ച് ആ നോമ്പ് കാരണമായി ഇതിലേക്കുള്ള അവൻ്റെ ആഗ്രഹം ഇല്ലാതാക്കി തീർക്കുക. അതാണ് കസ്റു ഹാജത്തിഹി എന്ന് പറഞ്ഞാൽ ഐ ശഹ്വത്തിഹി, അവൻ്റെ വികാരം നഷ്ടപ്പെടുത്തി കളയുക, വിശാലം ഇല്ലാതാക്കുക നോമ്പ് കൊണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലയതസവ്വജ്. അല്ലയോ യുവാക്കളുടെ സമൂഹമേ, നിങ്ങളിൽ ആർക്കെങ്കിലും നിക്കാഹിനുള്ള ചെലവുകൾക്ക് കഴിവായാൽ അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ. കാരണം ഫഇന്നഹു അഗ്ളു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്, അത് അവൻ്റെ കണ്ണിനെ ഹറാമായ നോട്ടത്തിൽ നിന്ന് താഴ്ത്തുന്നതും കണ്ണിനെ സംരക്ഷിക്കുന്നതും അവൻ്റെ ലൈംഗികാവയവത്തെ തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കുന്നതുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമല്ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം. വമല്ലം യസ്തതിഅ, ഇനി ആരെങ്കിലും ഒരാൾ നിക്കാഹിലേക്ക് ആഗ്രഹമുള്ളവനാണ്, പക്ഷേ അവന് കഴിയില്ല, ചിലവുകൾക്ക് കഴിവില്ല, എന്നാൽ ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പ് നിർബന്ധമാക്കിക്കൊള്ളട്ടെ. കാരണം ഫഇന്നഹു ലഹു വിജാഉൻ, ആ നോമ്പ് അവൻ്റെ ആഗ്രഹത്തെ മുറിച്ച് കളയുന്നതാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തായിഖായ, ചെലവുകൾക്ക് കഴിവില്ലാത്ത വ്യക്തി അവൻ നിക്കാഹിനെ ഒഴിവാക്കുകയും നോമ്പ് കൊണ്ട് അവൻ്റെ ആഗ്രഹത്തെ ശമിപ്പിക്കുകയും ചെയ്യലാണ് ഏറ്റവും നല്ലത്. അവിടെ നോമ്പെന്ന് പറയുമ്പോൾ ദായിമായ നോമ്പാണ്, ഒന്നോ രണ്ടോ നോമ്പല്ല. നോമ്പ് പിടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തിലൊക്കെ ഒന്നോ രണ്ടോ നോമ്പൊക്കെ പിടിച്ചാൽ ആദ്യം അവൻ്റെ ശഹ്വത്ത് വർദ്ധിക്കുകയേ ഉള്ളൂ. അത് ദായിമാകുമ്പോഴാണ് ആ ശഹ്വത്ത് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് ദായിമായി സ്ഥിരമായി അവൻ നോമ്പ് പിടിക്കുക, നോമ്പ് പിടിച്ചുകൊണ്ട് അവൻ്റെ ആഗ്രഹം ഒഴിവാക്കുക, അതാണ് അവിടെ ചെയ്യേണ്ടത്. ലാബിദ്ദവായി, മരുന്നുകൊണ്ട് അവൻ്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കൽ പാടില്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല. അങ്ങനെ ചെയ്യൽ കറാഹത്താണ്. മരുന്നുപയോഗിച്ചുകൊണ്ട് അവൻ്റെ ആഗ്രഹത്തെ നശിപ്പിക്കൽ, അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നതിന് വിധി എന്താണ്? അത് കറാഹത്താണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നതിലൂടെ പിന്നെ സന്താന പരമ്പര പോലും നശിച്ചു പോകുന്ന വണ്ണം പൂർണ്ണമായി അവൻ്റെ ആ താല്പര്യം, സംയോഗത്തിലേക്കുള്ള താല്പര്യവും വികാരവുമൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുമെന്ന അവസ്ഥ വന്നാൽ അത് ഹറാമാവുകയും ചെയ്യും. അത് പൂർണ്ണമായി നശിപ്പിക്കാൻ
പാടില്ല. ഇപ്പോൾ അവന് സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൽക്കാലികമായി അവൻ്റെ ആഗ്രഹത്തെ ശമിപ്പിക്കാൻ, ആഗ്രഹം ഇല്ലാതാക്കാൻ വേണ്ടി നോമ്പ് പിടിച്ചുകൊണ്ട് അത് ഒഴിവാക്കാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ മരുന്നുപയോഗിച്ചുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യൽ കറാഹത്താണ്. മാത്രമല്ല, മരുന്നുപയോഗിച്ചുകൊണ്ട് അവൻ്റെ ആഗ്രഹം ഇല്ലാതാക്കുമ്പോൾ അത് പൂർണ്ണമായി തന്നെ ആഗ്രഹം നശിക്കാനും അത് കാരണം പിന്നെ അവൻ്റെ പരമ്പര ഉണ്ടാകാത്തൊരവസ്ഥ വരികയും ചെയ്യുമെങ്കിൽ അത് ഹറാമാവുകയും ചെയ്യും. അപ്പോൾ ആദ്യം പറഞ്ഞത് നിക്കാഹിൻ്റെ ഹുക്കുമ സുന്നത്താണെന്ന ഹുക്കുമ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഒഴിവാക്കൽ ഔലയാണ്, നിക്കാഹ് ഒഴിവാക്കലാണ് ഔല. ഇനി പറഞ്ഞത് കുരിഹ, നിക്കാഹ് ചെയ്യൽ കറാഹത്താക്കപ്പെടും. ലി ആജിസിൻ, അശക്തൻ, നിക്കാഹിന് ചിലവുകൾ കഴിയാൻ. ലി ആജിസിൻ അനിൽ മുഅനി, മുഅനത്തുകളെ തൊട്ട് കഴിവിൽ അശക്തനായവൻ. ഒയിരി തായക്കിൻ, ആഗ്രഹമുള്ളവനല്ലാത്ത. ഇപ്പോൾ രണ്ട് ഗുണവുമില്ല. സുന്നത്താകാൻ രണ്ട് നിബന്ധനയാണ് പറഞ്ഞത്. ഒന്ന് തൗഖാൻ ഉണ്ടാവുക, ഖുദ്റത്തുണ്ടാവുക. ഇവിടെ ഇവന് തൗഖാനുമില്ല, ഖുദ്റത്തുമില്ല, നിക്കാഹ് ചെയ്യാനുള്ള ആഗ്രഹവുമില്ല, ചിലവുകൾക്കുള്ള കഴിവുമില്ല. അത് രണ്ടും ഇല്ലാത്തവന് നിക്കാഹ് ചെയ്യൽ കറാഹത്താക്കപ്പെടും. താനവ കുരിഹ, നിക്കാഹ് കറാഹത്താക്കപ്പെട്ടു. ഇവിടെ നിക്കാഹ് എന്ന് പറയുമ്പോൾ തസവ്വുജ്, ഖബൂൽ എന്ന മാനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ. ലി ആജിസിൻ അനിൽ മുഅനി ഗൈരി തായഖിൻ. അപ്പം മത്തിനിൽ പറഞ്ഞ തായഖിൻ എന്നതിൻ്റെ മുഹ്തറസാണ് ഈ മസല. മത്തിനിൽ സുന്നലി തായഖിൻ ഖാദിരിൻ എന്ന് പറഞ്ഞു. അതിൽ തായഖ് എന്നതിൻ്റെ മുഹ്തറസാണ് ഇപ്പോൾ പറഞ്ഞ കുരിഹലി ആജിസിൻ അനിൽ മുഅനി ഗൈരി തായഖിൻ എന്നത്. എന്നാൽ ഖാദിരിൻ എന്നതിൻ്റെ മുഹ്തറസാണ് അമ്മ തായഖുൽ ആജിസു അനിൽ മുഅനി എന്ന് പറഞ്ഞു. മത്തിന് ശറഹ് എഴുതിയപ്പോൾ ആ ഓരോ ഖൈദിൻ്റെയും മുഹ്തറസ് വിശദീകരിച്ചപ്പോൾ ലഫ് നസ്ർ ഗൈറു മുറത്തബായിട്ടാണ് ഇവിടെ ഇപ്പോൾ ശാരിഹ് പറഞ്ഞത്. തായഖ് എന്നതിൻ്റെ മുഹ്തറസ് ഇപ്പോഴിവിടെയാണ് പറഞ്ഞത്. എന്നാൽ അതിന് മുമ്പ് ഖാദിർ എന്നതിൻ്റെ മുഹ്തറസ് പറഞ്ഞു. അപ്പോൾ അത് ലഫ് നസ്ർ ഗൈറു മുറത്തബ, ലഫ് നസ്ർ മുശവ്വശായിട്ടാണ് ഇവിടെ വിശദീകരിച്ചത്. വ യജിബു, ഇനി മറ്റൊരു നിയമം, നിക്കാഹ് നിർബന്ധമാകും. ബിൻ നെതിരി, നേർച്ചയാക്കൽ കൊണ്ട് നോമ്പ് നിക്കാഹ് നിർബന്ധമാകും. നിക്കാഹ് ചെയ്യാമെന്ന് നേർച്ചയാക്കിയാൽ നിക്കാഹ് ചെയ്ത് നിർബന്ധമാകും. എവിടെ? ഹൈസു നുദിബ, സുന്നത്താക്കപ്പെടുന്ന സ്ഥാനത്ത്. നിക്കാഹ് ചെയ്യൽ സുന്നത്താകുന്ന ഒരാൾ. അപ്പോൾ നിക്കാഹിൻ്റെ ചിലവുകൾക്ക് കഴിവുള്ള, നിക്കാഹിലേക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തി ഞാൻ നിക്കാഹ് ചെയ്യാം എന്ന് നേർച്ചയാക്കിയാൽ, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിക്കാഹ് ചെയ്തേക്കാം, നിക്കാഹ് ചെയ്യാൻ നേർച്ചയാക്കുന്നു എന്നൊരാൾ നേർച്ചയാക്കിയാൽ നിക്കാഹ് ചെയ്യൽ നിർബന്ധമാകുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ മസലയിൽ. നമ്മുടെ ശരീഫ് പറഞ്ഞത് നിർബന്ധമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ അവൻ്റെ ഹക്കിൽ നിക്കാഹ് സുന്നത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ തായക്കുമാണ്, മോനത്തിന് കഴിവുള്ളവനുമാണ്, എന്നാൽ അവന് നേർച്ചയാക്കിയാൽ ആ നിർബന്ധമാകും. ഇത് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയ വജ്ഹാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയ അഭിപ്രായം ഇതിൻ്റെ ഖിലാഫാണ്. നേർച്ചയാക്കിയതുകൊണ്ട് നിർബന്ധമാവുകയില്ല, നിരുപാധികം. അസ്ലിൽ അവന് നിക്കാഹ് സുന്നത്തായവനാണെങ്കിലും അല്ലെങ്കിലും നിക്കാഹ് നേർച്ചയാക്കിയതുകൊണ്ട് അത് നിർബന്ധമാവുകയില്ല എന്നതാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു മുഅ്തമദാക്കിയ അഭിപ്രായം. എന്നാൽ ഇനി നിക്കാഹ് നിർബന്ധമാകുന്ന മറ്റൊരു രൂപമുണ്ട്. നേർച്ചയാക്കിക്കൊണ്ടല്ലാതെ നിക്കാഹ് നിർബന്ധമാകുന്ന രൂപമുണ്ട്. ഒരാൾക്ക് ശക്തമായ ശഹ്വത്തുണ്ട്, അവൻ നിക്കാഹ് ചെയ്തില്ലെങ്കിൽ അവനിൽ നിന്ന് വ്യഭിചാരം സംഭവിച്ചു പോകുമോ എന്ന ഭയമുണ്ട്. നിക്കാഹ് കൊണ്ടല്ലാതെ ആ ശഹ്വത്ത് ഒഴിവാക്കാൻ വേറെ മാർഗമില്ല. നോമ്പ് പിടിച്ചതുകൊണ്ട് അവൻ്റെ ശഹ്വത്ത് അവസാനിക്കുന്നില്ല. നിക്കാഹ് ചെയ്തില്ലെങ്കിൽ അവനിൽ നിന്ന് വ്യഭിചാരം സംഭവിച്ചു പോകുമോ എന്ന് ഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനവിടെ നിക്കാഹ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നിക്കാഹ് നിർബന്ധമാകുന്ന രൂപമാണ് ആ പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ നിക്കാഹിൻ്റെ ഹുക്കുമുകൾ ഇവിടെ വിശദീകരിച്ചത് സുന്നത്താകുന്ന രൂപം, നിക്കാഹ് സുന്നത്താകുന്ന രൂപമുണ്ട്, നിക്കാഹ് കറാഹത്താകുന്ന രൂപമുണ്ട്, വാജിബാകുന്ന രൂപമുണ്ട്, ഇനി ഹറാമാകുന്ന രൂപമുണ്ട്. ഹക്കുകൾ പാലിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്ത്
കടമകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഹറാമാവുകയും ചെയ്യും. ഇവിടെ മുസന്നിഫ് അത് പറഞ്ഞില്ല, ഇവിടെ ഇപ്പോൾ ഇത്രയേ പറഞ്ഞോളൂ. അപ്പോൾ മുസന്നിഫ് റഹിമഹുല്ല നിക്കാഹിൻ്റെ 4 ഹുക്കുമുകളാണ് വിശദീകരിച്ചത്. ഒന്ന്, ചിലവുകൾക്ക് കഴിവുള്ള നിക്കാഹിലേക്ക് ആഗ്രഹമുള്ളവന് നിക്കാഹ് സുന്നത്താകുന്നു എന്നത്. രണ്ടാമത്തത് ഖിലാഫുൽ ഔല, നല്ലതിന് വിരുദ്ധമാണ്. നല്ലത് നിക്കാഹ് ഒഴിവാക്കലാണ്. അപ്പോൾ നിക്കാഹ് ചെയ്യൽ ഖിലാഫുൽ ഔലയാണ്. ആർക്ക്? ആഗ്രഹമുണ്ട് പക്ഷേ ചിലവുകൾക്ക് കഴിവില്ല, അവന് ഖിലാഫുൽ ഔലയാണ്. ഇനി ആ കഴിവുമില്ല ആഗ്രഹവുമില്ല, അവൻ നിക്കാഹ് കറാഹത്താണ്. ഇനി സുന്നത്താകുന്ന സ്ഥാനത്ത് നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാണ്. അങ്ങനെ 4 ഹുക്കുമാണ് ശാരിഹ് ഇവിടെ വിശദീകരിച്ചത്. എന്നാൽ 5-മതൊരു ഹുക്കും കൂടിയുണ്ട്, ഹറാമാവുക എന്നത്. അതാരാണ്? വഹിയ ഫീ ഹക്കിമൻ ലം യഖും ബി ഹുഖൂഖി സൗജിയ, വൈവാഹിക ജീവിതത്തിൻ്റെ ഹക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിവില്ലാത്തൊരാൾ. അവനറിയാം ഞാൻ നിക്കാഹ് ചെയ്താൽ ആ ഹക്ക് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്നറിയാം. അങ്ങനെയുള്ളയാൾ നിക്കാഹ് ചെയ്യൽ ഹറാമാണ് എന്നാണ്. അപ്പം നിക്കാഹിൻ്റെ വിധി നമുക്ക് പറയുമ്പോൾ ഈ 5 രൂപത്തിൽ പറയാം. ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഒരു മുക്കല്ലഫിൻ്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിൻ്റെ വിധി, അതാണല്ലോ നമ്മൾ ഫിഖ്ഹിൽ ചർച്ച ചെയ്യുന്നത്. ഫിഖ്ഹ് എന്ന് പറയുമ്പോൾ തന്നെ ഫിഖ്ഹിൻ്റെ ചർച്ച മുക്കല്ലഫിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്, ആ പ്രവർത്തനങ്ങളുടെ വിധികളെ സംബന്ധിച്ചാണ്. ഹുക്മു എന്ന് പറഞ്ഞാൽ ഖിതാബുല്ലാഹിൽ മുതഅല്ലിഖു ബി ഫിഅലിൽ മുക്കല്ലഫി മിൻ ഹൈസു ഇന്നഹു മുക്കല്ലഫ്. ഒരു മുക്കല്ലഫായ മനുഷ്യൻ, അവൻ മുക്കല്ലഫാണെന്ന നിലയിൽ അവൻ്റെ പ്രവർത്തനങ്ങൾ, അവനിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ വിധികൾ, അതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ വിധിയാണ് ഹുക്മു എന്ന് പറയുന്നത്. അത് 5 രൂപത്തിലാണ്, അല്ലെങ്കിൽ 6 എന്ന് വിശദീകരിക്കാം. ചില ഇമാമുകൾ അതിനെ 6 എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. 6 വിധികളാണുള്ളത്. ഒരു കാര്യം ശാരിഅ് നമ്മളോട് പ്രവർത്തിക്കാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യം, ഒരു പ്രവൃത്തി നമ്മിൽ നിന്നുണ്ടാകണമെന്ന് ശാരിഅ് ആവശ്യപ്പെടുന്നു. ആ കാര്യം 2 രൂപത്തിലാകാം. ഒന്ന്, ഖണ്ഡിതമായി അതുണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പാടില്ല. ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം നിർബന്ധമായും അത് ചെയ്യേണ്ടത്, അതാണ് ഉജൂബ്, നിർബന്ധം എന്ന് പറയുന്നത്. നമുക്ക് വാജിബ് എന്നും ഫർള് എന്നും നമ്മുടെ ശരീഅത്തിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് രണ്ടും ഒന്നാണ്. വാജിബെന്നും പറയാം, ഫർളെന്നും പറയാം. ഇനി നാം ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് ത്വലബ്, ഫിഅല് ത്വലബ് ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അത് ശക്തമായിട്ടല്ല, ജാസിമായിട്ടല്ല, ഒഴിവാക്കാനും അനുവാദം തരുന്നുണ്ട്. ഒഴിവാക്കാൻ അനുവാദമുള്ളതിനോടൊപ്പം ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം, അതിനെയാണ് ഐച്ഛികമായ കാര്യം സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്തിന് നദ്ബ് എന്നും സുന്നത്ത് എന്നും തതവ്വു എന്നൊക്കെ വ്യത്യസ്ത രൂപത്തിൽ ഇബാറത്തുകളിൽ പറയാം, എല്ലാം ഒന്നാണ്. ഇത് രണ്ടും പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ള കാര്യമാണ്. പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ള കാര്യമാണ് ഇത് രണ്ടും. അല്ലാഹു തആല നമ്മളോടൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം, പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യം, അത് നമ്മൾ പ്രവർത്തിച്ചാൽ അല്ലാഹു നമുക്കൊരു പ്രതിഫലം തരും. ഇതിൽ വാജിബിനെ ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ടാകും. എന്നാൽ സുന്നത്താണെങ്കിലോ ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. അതാണ് അവിടെയുള്ള വ്യത്യാസം. അപ്പോൾ ശാരിഅ് നമ്മളോട് ചില കാര്യങ്ങളെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു. പ്രവർത്തിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ ജാസിമായ നിലയിൽ അത് ഒഴിവാക്കാൻ അനുവാദമില്ലാതെ നിർബന്ധമായും അത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതുണ്ട്, ഒഴിവാക്കാൻ അനുവാദം ഉള്ളതിനോടൊപ്പം ആവശ്യപ്പെടുന്നതുമുണ്ട്. രണ്ടായാലും ഇത് പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ള കാര്യമാണ്. അത് ഒഴിവാക്കാൻ പാടില്ലാത്ത ഖണ്ഡിതമായി ചെയ്യാൻ ആവശ്യപ്പെട്ടതാണെങ്കിൽ അത് പ്രവർത്തിച്ചാൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുണ്ട്. അതാണ് വാജിബ്, ഫർദ് എന്നൊക്കെ പറയുന്നത്. അപ്പം മാ യുസാബു അലാ ഫിഅലിഹി വയുആഖബു അലാ തർക്കിഹി, ഒരു കാര്യം പ്രവർത്തിച്ചാൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നതുമായൊരു കാര്യത്തിനാണ് വാജിബ്, ഫർദ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ സുന്നത്തെന്ന് പറഞ്ഞാലോ മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി, ഒരു കാര്യം അത് പ്രവർത്തിച്ചാൽ പ്രതിഫലമുണ്ട്, അത് ശാരീരിക നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ് അത് ചെയ്യാൻ, അതുകൊണ്ട് ചെയ്താൽ കൂലി കിട്ടും. എന്നാൽ ഖണ്ഡിതമായി ആവശ്യപ്പെടാത്തത് കൊണ്ട് ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ട കാര്യമുണ്ട്. ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നത് അതും ഇതുപോലെ 2 രൂപത്തിൽ വരാം. ഒന്ന്,
ഖണ്ഡിതമായ നിലയിൽ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്, അത് പ്രവർത്തിക്കാനേ പാടില്ല, ആ നിലയിൽ ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടത്, അതിനെയാണ് ഹറാം എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കാൻ പാടില്ല, ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. ഇനിയൊരു വിഭാഗം ഉപേക്ഷിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്, എന്നാൽ ഖണ്ഡിതമായിട്ടല്ല, പ്രവർത്തിച്ചാലും കുഴപ്പമില്ല, പ്രവർത്തിക്കാൻ അനുവാദമുള്ളതിനോടൊപ്പം ഉപേക്ഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അല്ല, ശാരീരിക നമ്മളിൽ നിന്നും ആ പ്രവൃത്തി ഉണ്ടാകാതിരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്, എന്നാൽ നമ്മൾ ചെയ്തു പോയത് കൊണ്ട് തെറ്റില്ല. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളതാണ്. അപ്പോൾ നമ്മളോട് തർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടൊരു കാര്യം, ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടൊരു കാര്യം ഉപേക്ഷിച്ചാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. എന്നാൽ ഖണ്ഡിതമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധം ഉപേക്ഷിക്കാൻ കൽപ്പിച്ച കാര്യമാണെങ്കിൽ ഉപേക്ഷിച്ചാൽ പ്രതിഫലമുള്ളതിനോടൊപ്പം പ്രവർത്തിച്ചാൽ ശിക്ഷയുമുണ്ട്. ഇപ്പം മാ യുആഖബു അലാ ഫിഅലിഹി വയുസാബു അലാ തർക്കിഹി, ഒരു കാര്യം ഉപേക്ഷിച്ചാൽ പ്രതിഫലം നൽകപ്പെടും, പ്രവർത്തിച്ചാൽ ശിക്ഷ ലഭിക്കും, അങ്ങനെയുള്ള കാര്യത്തെയാണ് ഹറാം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, അത് ഗൈറു ജാസിമായിട്ടാണ്, ഖണ്ഡിതമായിട്ടല്ലാതെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെ രണ്ട് തരത്തിൽ പറയാം. അത് കറാഹത്താകുന്നതുമുണ്ട്, ഖിലാഫുൽ ഔലയാകുന്നതുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഹുക്കും 5 എന്ന് പറയും. അപ്പോൾ കറാഹത്ത് എന്ന് ഇതിനെ പറയും. ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടു, പ്രവർത്തിക്കാനും അനുവാദമുണ്ട്. അക്കാര്യം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട്, എന്നാൽ പ്രവർത്തിച്ചാൽ ശിക്ഷയില്ല. അക്കാര്യത്തെ കറാഹത്ത് എന്ന് പറയാം. ഇതിന് രണ്ട് രൂപത്തിൽ, അത് സ്ഥിരപ്പെട്ടത് വ്യക്തമായ പ്രത്യേകമായ നെഹി കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ, പ്രത്യേകിച്ച് ആ വിഷയത്തെക്കുറിച്ച് മാത്രം വാരിതായ നെഹി കൊണ്ടാണ് അത് പാടില്ല എന്ന് സ്ഥിരപ്പെട്ടതെങ്കിൽ അത് കറാഹത്താണെന്നും, അതല്ല ഒരു കാര്യം സുന്നത്താണെന്ന് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കരുത്, ഒരു കാര്യം ഉപേക്ഷിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞപ്പോൾ അത് പ്രവർത്തിക്കരുത് എന്നവിടെ വരും. അങ്ങനെ മറ്റൊരു ഖിതാബിൽ നിന്നും ഉള്ളിൽ നിന്ന് കിട്ടുന്ന നെഹിയാണെങ്കിൽ, ഖാസായ നെഹിയല്ല, അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ അത് ഖിലാഫുൽ ഔലയാണ്, പ്രവർത്തിക്കൽ ഖിലാഫുൽ ഔലയാണ് എന്നിങ്ങനെ 6 തിരിക്കാം. അപ്പോൾ വിധികൾ വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, ഖിലാഫുൽ ഔല. ഇനി ഒന്നുകൂടിയുണ്ട്, ഇബാഹത്ത്, മുബാഹ് എന്ന് പറയുന്ന ഒന്നുകൂടിയുണ്ട്. 5 ഉള്ളൂ. ഇനി 6-മത്തേതാണ്? അവിടെ ത്വലബില്ല, തഖീർ, പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നത്. ശാരിഅ നമ്മളോടൊരു കാര്യം പ്രവർത്തിക്കാൻ തേടുന്നതുണ്ട്, ഉപേക്ഷിക്കാൻ തേടുന്നതുണ്ട്, പ്രവർത്തിക്കാനും ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നതുമുണ്ട്. പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പ്രവർത്തിച്ചാലും പ്രതിഫലമില്ല, ശിക്ഷയില്ല, ഉപേക്ഷിച്ചാലും പ്രതിഫലവുമില്ല, ശിക്ഷയുമില്ല. അപ്പോൾ പ്രവർത്തിച്ചാലും പ്രതിഫലമോ ശിക്ഷയോ ഇല്ല, ഉപേക്ഷിച്ചാലും പ്രതിഫലമോ ശിക്ഷയോ ഇല്ല. അങ്ങനത്തെ കാര്യമാണ് മുബാഹായ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ 6 വിധികളാണ്. ഖിലാഫുൽ ഔലയും കൂടെ കൂട്ടിയിട്ട് വിധികൾ 6 കാര്യങ്ങളാണ്. അതിൽ നിന്നും ഇവിടെ 5 വിധികളും ഇവിടെ വരാം. അപ്പോൾ നിക്കാഹിന് ആഗ്രഹമുള്ള, നിക്കാഹിൻ്റെ ചെലവുകൾക്ക് കഴിവുള്ള ഒരാൾക്ക് നിക്കാഹ് ചെയ്യൽ സുന്നത്താണ്. ഇനി സുന്നത്താകുന്ന സ്ഥാനത്ത് അവൻ നേർച്ചയാക്കിയാൽ അത് വാജിബാകും. അതുപോലെ തന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഹറാമിൽ സംഭവിച്ചു പോകുമോ എന്ന ഭയമുണ്ടെങ്കിലും നിക്കാഹ് ചെയ്യൽ വാജിബാകും. അപ്പോൾ സുന്നത്തും വാജിബുമായി. ഇനി നിക്കാഹ് ചെയ്യാനുള്ള ആഗ്രഹവുമില്ല, ചെലവുകൾക്ക് കഴിവുമില്ല, എന്നാൽ അവിടെ നിക്കാഹ് ചെയ്യൽ കറാഹത്താണ്. എന്നാൽ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിവില്ല, എന്നാൽ ഖിലാഫുൽ ഔലയാണ് നിക്കാഹ് ചെയ്യൽ. ഇനി നിക്കാഹ് ചെയ്താൽ വിവാഹ ജീവിതത്തിൻ്റെ കടമകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിക്കാഹ് ചെയ്യൽ ഹറാമാണ്. അപ്പോൾ അങ്ങനെ 5 വിധികളും ഇവിടെ പറയാം. ഇബാഹത്തെന്നൊരു വിധി മാത്രം വരുന്നില്ല. ബാക്കി 5 വിധികളും ഇവിടെ പറയാം. ഇതാണ് നിക്കാഹിൻ്റെ വിധി സംബന്ധമായി തൽക്കാലം ഒരു ചെറിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്തത് വിവാഹത്തിന് വേണ്ടി ആലോചിച്ച് കഴിഞ്ഞാൽ, നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വധുവരന്മാർ തമ്മിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടുത്ത് സംസാരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.